അഭിവന്ദനം ചെയ്യാം. അടുത്തത് പ്രാണധ്യാനം. അടുത്തത് നാഡീശുദ്ധി പ്രാണായാമം. വരൂ, നമുക്ക് നമ്മുടെ അകത്തുള്ള ലോകത്തേക്ക്, നമ്മുടെ ആന്തരാകാശത്തിലേക്ക് ഒന്ന് യാത്ര ചെയ്യാം. നമ്മിലെ നന്മ തിന്മകളെ ഒന്നോർത്തു നോക്കാം. പതിയെ പതിയെ നമ്മുടെ രൂപമൊന്നോർക്കാം. അതിനകത്തെ ജീവനെയും ഒന്നോർക്കാം. ആ ജീവന്റെ പ്രതിഫലനമാകുന്ന നമ്മുടെ വ്യക്തിത്വത്തെയും ഒന്ന് ഓർത്തു നോക്കാം. ഇനി പതിയെ നമ്മുടെ അമ്മയച്ഛന്മാരെ, ഗുരുക്കന്മാരെ, സഹോദരങ്ങളെ, ഇണയെ,
മക്കളെ, ബന്ധുക്കളെ, ശിഷ്യരെ, ഓരോരുത്തരെയായി ഓർക്കുക. ഇന്നത്തെ ദിനം വരെ നാം അവർക്കായി നൽകിയ സന്തോഷങ്ങളെത്ര, ദുഃഖങ്ങളെത്ര, അവരോട് തോന്നിയ കാരുണ്യമെത്ര, നമ്മിലെ നന്മയും തിന്മയും ഇനി ഒരിക്കലും അവരെ ആരെയും നോവിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുമെന്ന് നമുക്കുറപ്പിക്കാം. അതുപോലെ അവരോരോരുത്തരുടെയും നന്മകളും തിന്മകളും അവരുടെ തന്നെ ഭാഗമാണെന്ന് കണ്ടറിയാനും അവയ്ക്കതീതമായി അവരെ സ്നേഹിക്കാനും കഴിയണമെന്ന് നമുക്കാശിക്കാം. പതിയെ നമ്മുടെ അയൽപക്കക്കാരെ, പരിചയക്കാരെ, ഇടപാടുകാരെ ഒക്കെയൊക്കെ ഓർക്കുക. അവരുടെ നന്മകളെ സന്തോഷത്തോടുകൂടിയും തിന്മകളെ ശാന്തതയോടുകൂടിയും മാത്രമേ ഉൾക്കൊള്ളൂ എന്ന് മനസ്സിലുറപ്പിക്കാം. നമ്മുടെ നോക്കോ വാക്കോ പ്രവൃത്തിയോ വസ്തുവോ ഉപകരണമോ വളർത്തുമൃഗമോ വാഹനമോ ഒന്നുകൊണ്ടും അവർക്കാർക്കും ഒരു നോവുമുണ്ടാക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുമെന്ന് നമുക്കുറപ്പിക്കാം. അരികിലും വിദൂരതയിലുമുള്ള സർവ മനുഷ്യ ജന്തുജാലങ്ങളും നമ്മുടെ ബന്ധുക്കളാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അവരിൽ നിന്നു വാങ്ങിയും അവർക്കുള്ളത് കൊടുത്തും അന്യോന്യ ജീവിതം നയിച്ചും മാത്രമേ നമുക്കും തലമുറകൾക്കും കഴിയാനാകൂ എന്നതും നമുക്ക് തിരിച്ചറിയാം. എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണെന്ന സത്യത്തെ നമുക്ക് അംഗീകരിക്കാം. ഇനി നമുക്ക് തിരികെ വരാം. ബോധത്തോടെ, സ്നേഹത്തോടെ, ബന്ധുത്വത്തോടെ, ധൈര്യത്തോടെ നമ്മുടെ സാധാരണ ചിന്തകളിലേക്ക്, തുടർന്നുള്ള ജീവിതത്തിലേക്ക് പതിയെ പതിയെ
കൊട്ടകർവ് ചെയ്യുവാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുക.
ഈശ്വവന്തനം സംയോഗ മാതൃക. ഗുരുവന്ദനം. സഹസ്രാരം, പുനാഹതം, സ്വാദിഷ്ഠാനം, പതലം, ഇടുപ്പ്, സുതലം, കാൽമുട്ട്, രസതലം, നിര്യാണി,
പാതാളം, ഭൂമി. മഹാതലം, പാദം. തലാതലം, കാൽവണ്ണ. വിതലം, തുട. മൂലാധാരം, മണിപൂരകം, വിശുദ്ധി, സഹസ്രാരം, സത്യലോകം, കർണം. മുമ്പിലേക്ക് നോക്കിയിട്ട് മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. വലത്തോട്ട് തിരിയുക. കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. ഇടത്തോട്ട് തിരിയുക. കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. മുമ്പോട്ട് തിരിയുക. കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. ഇനി ഗുരുവന്ദനം. ആത്മവന്ദനം, ഭൂമിവന്ദനം, ആകാശവന്ദനം, വിശ്വവന്ദനം,
സത്യലോകവന്തനും വിശ്വവന്ദനം ഗുരുവന്ദനം മുദ്ര ഏട്ടൻ അവിടെ ഇല്ലേ? പെർമിഷൻ കിട്ടിയാലേ ഷെയർ ചെയ്യാൻ പറ്റൂ. ദ്വൈതി അല്ലാത്ത ആത്മാവ് ഒരു നിയതമായ ശരീരഘടനയുള്ള ഒരു സത്തയിൽ അടങ്ങിയിരിക്കുന്ന ഗുണപരമായ വിശേഷങ്ങളുടെ ആകത്തുകയെയാണ് അതിൻ്റെ ആത്മം അഥവാ സ്പിരിറ്റ് എന്ന് വിലയിരുത്തിപ്പോരുന്നത്. അത് സ്വഭാവമായും നിയതപ്രവർത്തനമായും അനുരൂപനം ആയും ബലങ്ങൾ ആയും പ്രകടമാകുന്നു. ആ സത്തയുടെയും ഇതര സത്തകളുടെയും അവയെ നിരീക്ഷിക്കുന്ന ഒരാളുടെയും സ്വഭാവവിശേഷങ്ങൾ തമ്മിൽ പരസ്പരം കൈകോർത്തുകൊണ്ടാണ് ഈ ഗുണവിശേഷങ്ങൾ നിലകൊള്ളുക. ഈ ഗുണവിശേഷങ്ങളുടെ പരസ്പര ജാലത്തെയാണ് ആത്മീയത എന്ന് വിളിക്കുന്നത്. ആ സത്തയുടെ നിയത ശരീരഘടന വിഘടിക്കുമ്പോൾ ഈ ഗുണവിശേഷങ്ങൾ പ്രകടമല്ലാതെയാകുന്നു. അതിനാൽ ആത്മം അഥവാ ആത്മാവ് എന്നത് ഒരിക്കലും അതിനാൽ ആത്മം അഥവാ ആത്മാവ് എന്നത് ഒരിക്കലും ശരീരത്തെ വേറിട്ട് വെളിയിൽ പോകുന്ന ഒരു ദ്വൈത സത്തയല്ല, മറിച്ച് എവിടെ പ്രത്യക്ഷമായോ അവിടെ തന്നെ വിലയം ചെയ്യുന്ന പ്രവർത്തനപരമായ ഗുണം മാത്രമാണ്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ആത്മാവ് എന്നത്
നമുക്ക് ഏവർക്കും കാലങ്ങളായിട്ട് കേട്ടുകേൾവിയുള്ള ഒരു പദമാണ്. ഈ ആത്മാവെന്ന് പറയുന്നത് കുടിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ശരീരം എന്നും നാം കേട്ടിട്ടുണ്ട്. ഒരു നാമരൂപിയായ സത്താരൂപിയായ ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു ജീവിയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമാണ് എന്ന രീതിയിലൊക്കെയാണ് നമ്മുടെ പൊതുഭാഷയിൽ അത് കൽപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഈ ആത്മാവ് എന്ന് പറയുന്ന ആ ഒന്ന്, ആ നാമരൂപിയായ ഒന്ന്, അത് ആ രൂപത്തിൽ തന്നെയാണോ നിലകൊള്ളുന്നത് എന്നൊരു നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, ഒരു സത്ത ഉണ്ടാകുന്നത് അതിന്റെ ഘടകഭാഗങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക രീതിയിൽ സംയോജിക്കുമ്പോഴാണ് എന്ന്. അതാണ് ഭൗതികമായ, ടാഞ്ചിബിൾ ആയിട്ടുള്ള, നമുക്ക് തൊട്ടറിയാൻ കഴിയുന്ന ആ ഒരു സത്ത. നമ്മുടെ ശരീരം, അല്ലെങ്കിൽ ഒരു കല്ല്, അല്ലെങ്കിൽ ഒരു മരം, എന്താണെങ്കിലും അത് ഒരു സവിശേഷമായ രീതിയിൽ ഘടന കൊണ്ട്, രൂപം കൊണ്ട് സംഘടിപ്പിച്ച് വരുമ്പോഴാണ് അത് സത്തയാകുന്നത്. എന്നാൽ അപ്പോഴാണോ സത്ത ഉണ്ടാകുന്നത് എന്നത് പരിശോധിച്ചാൽ, അങ്ങനെ പ്രത്യേക രീതിയിൽ സംവിധാനം ചെയ്യാൻ പാകത്തിലുള്ള എന്തോ ഒരു ഗുണവിശേഷം, സ്വഭാവവിശേഷം അവിടെ ഉള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ സ്വഭാവവിശേഷം എങ്ങനെയാണ് അവിടെ കൈവരുന്നത്, ആർക്കാണ് കൈവരുന്നത് എന്നത് ഒരു തർക്കവിഷയം തന്നെയാണ്. ഈ സ്വഭാവവിശേഷം എന്നത് ഉണ്ടാകുന്നത് പരമമായ ഈ ബോധത്തിന്റെ, പരമമായ പ്രപഞ്ചത്തിന്റെ ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു പ്രത്യേക ധർമ്മം അനുഷ്ഠിക്കേണ്ടതായി വരുന്ന സമയത്ത്, ആ പരമമായ ബോധത്തിന്റെ ഒരു പ്രദേശം എന്ന് വിളിച്ച ആ ഒരു വട്ടം ബോധം സ്വയം രേഖപ്പെടുത്തും. ഒരു വട്ടം വരച്ചിട്ട് അതാണ് ആ സ്ഥലം എന്ന് ബോധം, പരമമായ ബോധം രേഖപ്പെടുത്തും. അങ്ങനെ വട്ടം വരച്ചുണ്ടാക്കുന്ന ആ ഒരു പ്രാദേശിക ഇടം, ആ പ്രാദേശിക ഇടത്തുള്ള വട്ടത്തിനകത്ത് വേർതിരിക്കപ്പെട്ടിട്ടുള്ള ബോധമാണ് സത്തയുടെ ആദ്യ രൂപമായി രൂപം കൊള്ളുന്നത്. അതിനെയാണ് നമ്മൾ അഹങ്കാരം എന്ന് പറയുന്നത്. ഈ അഹങ്കാരം എന്ന സംവിധാനമാണ് തൻ്റെ പരിധിയെ കൽപ്പിക്കുന്നത്, തൻ്റെ ധർമ്മത്തെ കൽപ്പിക്കുന്നത്, തൻ്റെ ധർമ്മത്തെ പാലിക്കാൻ പാകത്തിലുള്ള ശരീരഘടനയെ കൽപ്പിക്കുന്നത്. ആ ശരീരഘടനയ്ക്ക് അനുസൃതമായി ചുറ്റുപാടിൽ നിന്നും വേണ്ടുന്ന ഘടകങ്ങളെ സ്വാംശീകരിച്ച് സത്തയെ രൂപം കൊള്ളിക്കുന്നത്. ചുറ്റുപാടുമുള്ള ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ അതില് ഈ ഗുണവിശേഷമാണല്ലോ ഈ ബോധമായിട്ട് അവിടെ നിൽക്കുന്നത്. ബോധത്തിന്റെ പ്രാദേശിക രൂപം അതൊരു ഗുണമായിട്ടാണ് നിൽക്കുന്നത്. ആ ഗുണം ചുറ്റുപാടുമുള്ള ഗുണങ്ങളെയും, ഗുണങ്ങളെ പേറുന്ന ഭൗതിക ഘടനകളെയും സംഭവങ്ങളെയും സ്വഭാവവിശേഷങ്ങളെയും എല്ലാം സ്വാംശീകരിച്ച് ഏകീകരിച്ചു കൊണ്ടാണ് സത്തയുടെ ശരീരഘടനയായിട്ട് മാറ്റുന്നത്. അങ്ങനെ സ്വാംശീകരിച്ചുണ്ടാകുന്ന ശരീരഘടനയ്ക്കാണ് ഘടനാസമഗ്രത, സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി എന്നൊരവസ്ഥ കൈവരുന്നത്. അങ്ങനെ കൈവരുന്ന ആ ഒന്നിനെയാണ്, ഘടനാപരമായി സമഗ്രമായി നിൽക്കപ്പെടുന്ന ആ ഒന്നിനെയാണ് നാം ശരീരം എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു ശരീരമുണ്ടായി കഴിയുമ്പോൾ ധർമ്മം എന്നുള്ളത് പാലിക്കുക എന്നുള്ളതാണ് അതിന്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ശരീരത്തിന് നിർവഹിക്കാൻ ഈ സംഘാടകത്വം, ഈ അഹം എന്ന് പറയുന്ന അഹങ്കാരം ഈ ശരീരത്തിന് ഇന്നതെല്ലാം ചെയ്യേണ്ടതുണ്ട് എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ സമയാസമയത്ത് കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ സമയാസമയത്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് എന്തു വേണം, എന്തു വേണ്ട എന്നുള്ളത് വീണ്ടും വിചാരം ചെയ്ത് ഇതിനു മുമ്പ് എന്തായിരുന്നു എന്നുള്ളതെല്ലാം തീരുമാനിച്ചുകൊണ്ട്
അതിന് ചെയ്യേണ്ടുന്ന നിയതമായ പ്രവർത്തനം എന്തോ അത് ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രക്രിയയിലേക്ക് കടക്കും. അതാണ് ധർമ്മവ്യവസ്ഥ എന്ന് പറയുന്നത്. ധർമ്മവ്യവസ്ഥയുടെ ഈ ആസൂത്രണ സംവിധാനത്തെയാണ് നമ്മൾ മനസ്സെന്ന പേരിൽ അറിയുന്നത്. അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അത് അതിന്റെ പരിസരവുമായും സ്വയമായും ചേർന്ന് നിൽക്കേണ്ടുന്ന ഒരു ആവശ്യകത വരുമ്പോൾ അതിനനുസരിച്ച് ഈ അഹങ്കാരത്തെ തന്നെ പരിസരത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച്, അവൈലബിൾ റിസോഴ്സസിനനുസരിച്ച് സ്വയം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് അതിന്റെ ജീവിതകാലത്ത് ഡെവലപ്പ് ചെയ്തു വരുന്ന ആ ബോധത്തെയാണ്, അപ്പോൾ ആദ്യം അഹങ്കാരമുണ്ടായി, ഇവിടെ പുതുതായി അപ്ഡേറ്റ് ചെയ്യുന്ന ബോധത്തെയാണ് സത്താബോധം എന്ന് പറയുക. ഈ സത്താബോധത്തിൽ നിന്നുകൊണ്ടാണ് പിന്നീട് തന്റെ ജീവിതത്തിൽ വേണ്ടുന്ന കാര്യങ്ങളെ സ്വയമേവ നിയന്ത്രിച്ചു പോകുന്നത്. അപ്പോ അങ്ങനെ നിയന്ത്രിക്കുന്ന സമയത്ത് എന്തെല്ലാം വിധത്തിൽ തനിക്ക് മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ടോ അതിനു വേണ്ടിയുള്ള പാരസ്പര്യം എന്ന പ്രതിഭാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അത് പ്രവർത്തനങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. ആ പാരസ്പര്യം എന്നുള്ളത് അവിടെ പ്രകടമാകുന്നത് ബലരൂപത്തിലാണ്. ആ ബലത്തെയാണ് നമ്മൾ ചൈതന്യം എന്ന് വിളിക്കുന്നത്. അപ്പോ ഈ ചൈതന്യമായും ഈ അനുരൂപനം അഥവാ ജ്ഞാനമായും ഈ ധർമ്മവ്യവസ്ഥ അല്ലെങ്കിൽ മനസ്സായും ഈ ഗുണപരമായ സ്വഭാവവിശേഷങ്ങളുടേതായിട്ടുള്ള ജീവനായും ഈ ഘടന കൈക്കൊണ്ട ശരീരമായും ഇത് പ്രകടമായിക്കൊണ്ടേയിരിക്കും. അപ്പോ ശരീരം മാത്രമല്ല പ്രകടമാകുന്നത്, അതിന്റെ ജൈവാവസ്ഥ പ്രകടമാകുന്നുണ്ട്, അതിന്റെ ധർമ്മവ്യവസ്ഥയുടെ മനസ്സിന്റെ രൂപത്തിൽ പ്രകടമാകുന്നുണ്ട്, അത് ജ്ഞാനത്തിന്റെ രൂപത്തിൽ പ്രകടമാകുന്നുണ്ട്, ശക്തിയുടെ രൂപത്തിൽ പ്രകടമാകുന്നുണ്ട്. ഇങ്ങനെ 5 രൂപത്തിലും പ്രകടമാകുന്ന ഒന്നിനെയാണ് നമ്മളൊരു സത്തയായി മനസ്സിലാക്കുന്നത്. ഞാൻ മരിച്ചു കിടക്കുകയാണെങ്കിൽ എൻ്റെ ശരീരം മാത്രമേ അവിടെയുള്ളൂ. ഞാൻ ഉണർന്നിരിക്കുന്ന സമയത്ത് എൻ്റെ പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും എൻ്റെ ചിന്തയും എങ്ങോട്ട് പോകണ്ട എന്നുള്ള വീണ്ടും വിചാരവും എല്ലാം ഇതിന്റെ കൂടെ നിൽക്കുമ്പോൾ ജീവനുള്ളത് എന്ന് പറയും. പക്ഷെ ആ ജീവനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ല, ആ ഉണർന്നിരിക്കുന്ന സമയത്തുള്ള എല്ലാം ചേർന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് നിലനിൽക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടുത്തെ ആവശ്യം, പരമമായ ബോധത്തിന്റെ പ്രാദേശികമായിട്ടുള്ള ഒരു ആവശ്യം എന്ത് എന്നുള്ളതിനനുസരിച്ച് നിലകൊള്ളുന്നു. പരിസരത്തുള്ള വസ്തുക്കളുടെ, സത്തകളുടെ, ഇതിനെ ഉപജീവിപ്പിക്കുന്ന ഉപസന്ധാന വ്യവസ്ഥകളുടെ എല്ലാം ഗുണപരമായ സ്ഥിതികളെ എല്ലാം സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് ഈ സത്ത ഇവിടെ നിലകൊള്ളുന്നത്. അങ്ങനെ ഈ സന്നിവേശം നിലനിൽക്കുമ്പോൾ, ഈ ഗുണപരമായിട്ടുള്ള അവസ്ഥ ഈ സത്തയിൽ നിലനിൽക്കുമ്പോൾ, പിന്നെ മൂന്നാമതൊന്നുകൂടെ, ഇതിനെ ആരാണ് കാണുന്നത്? ഒരുപക്ഷെ ഞാൻ തന്നെ കാണുന്നു, എൻ്റെ ശരീരമാണെങ്കിൽ ഞാൻ തന്നെ കാണുന്നു, ഒരുപക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കാണുന്നു, അതല്ലെങ്കിൽ ഇത് രണ്ടുമല്ലാതെ മറ്റൊരാൾ കാണുന്നു. ഈ കാണുന്ന കാഴ്ച, അപ്പോ അതിനെ നിരീക്ഷിക്കുന്ന, ഈ ശരീരത്തെ, ഈ പ്രകടനത്തെ നിരീക്ഷിക്കുന്ന ആ ഒരു ബോധസത്ത കൂടെ ഉണ്ട്. അപ്പൊ ഇവയെല്ലാം കൂടെ ചേർന്ന് കൊണ്ടുള്ള ഒരു നിലയാണ് ഈ ഭൗതിക വസ്തുതയ്ക്ക് ഉള്ളത്. ഭൗതികമായ അവസ്ഥയെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഈ ഗുണപരമായ സവിശേഷതയ്ക്ക് ഉള്ളത്. അതിനെയാണ് നമ്മൾ ഇവ തമ്മിലുള്ള പരസ്പര ജാലത്തെയാണ് നമ്മൾ ആത്മീയത എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആത്മം എന്ന് പറയുന്നത് ഈ ഗുണപരമായ വിശേഷങ്ങളുടെ ആകത്തുകയാണെങ്കിൽ ആ ഗുണപരമായ വിശേഷം എന്നിലും നിന്നിലും ഇതിനെ നിരീക്ഷിക്കുന്നതിനുമാണുള്ളത്. അങ്ങനെ എന്നിലും എന്നെ നിരീക്ഷിക്കുന്നതിലും എന്നെ പിന്താങ്ങുന്നതിനുമായിട്ടുള്ള എല്ലാത്തിലും ചേർന്ന ഗുണവിശേഷം നിൽക്കുന്നു. ഈ ഗുണവിശേഷത്തെ അതാതിന്റെ ആത്മമെന്ന് വിളിക്കുമ്പോൾ ഈ ആത്മങ്ങൾ തമ്മിലുള്ള പരസ്പര ജാലത്തെ ആത്മീയത എന്ന് വിളിക്കുന്നു. ഇതിന്റെ ധർമ്മം കഴിഞ്ഞാലോ, ഈ സത്തയുടെ ധർമ്മം കഴിഞ്ഞാലോ, ധർമ്മം കഴിയുമ്പോൾ ഈ ഉണ്ടാക്കിയ ശരീരത്തെ എന്തിനു വേണ്ടിയാണോ പരമമായ ബോധം പ്രാദേശികത സൃഷ്ടിച്ചത്, ഒരു ബൗണ്ടറി സൃഷ്ടിച്ചത്, അതിനകത്ത് ഈ ഉത്തരവാദിത്വം ഈ അവിടുത്തെ പ്രദേശത്തെ ബോധത്തിന് നൽകി ഈ പ്രക്രിയകളെല്ലാം ചെയ്യിച്ചത്, ആ ധർമ്മം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഈ ബൗണ്ടറിയുടെ ആവശ്യമില്ല. ഈ ബൗണ്ടറി പതുക്കെ എടുത്തു കളയും. ഞാൻ എന്നുള്ള ആ അവസ്ഥ എടുത്തു കളയും. അഹങ്കാരം ഇല്ലാതെയാകും. അഹംകാരം ഇല്ലാതെയാകുന്നതോടുകൂടി ഈ ബൗണ്ടറിയിൽ മാത്രമായി ഒതുങ്ങുന്ന സ്വഭാവ വിശേഷം അപ്രത്യക്ഷമാകും. എന്ന് വച്ചാൽ അത്
അവിടുന്ന് ചാടി വെളിയിലേക്ക് പോവുകയല്ല, അത് അവിടുന്ന് തന്നെ വിലയം ചെയ്യുന്നു. ഒരു ചീനവലയുടെ ബൗണ്ടറി നിശ്ചയിക്കുന്ന തെങ്ങിൻ കുറ്റികൾ എടുത്തു മാറ്റിയാലും അകത്തേക്കായാലും പുറത്തേക്കായാലും രണ്ടല്ലാത്തൊരവസ്ഥയിൽ തന്നെ നിൽക്കും. അതവിടെ ഉള്ളപ്പോഴും അത് രണ്ടല്ല, ഒന്ന് തന്നെയാണ്. പക്ഷെ ബൗണ്ടറി ഉണ്ടെന്ന് മാത്രം. ഇതുപോലെ വ്യത്യസ്തമായ രണ്ടാക്കി നിർത്തിയിട്ടുള്ള ആ ബൗണ്ടറി ഇല്ലാതാകുന്നതോടുകൂടി അത് അവിടെ വിലയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അത് അവിടുന്ന് ചാടി വെളിയിലേക്ക് പോവുകയല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, ഈ ആത്മം എന്ന് പറയുന്ന ആ ഒന്ന്, അതിനെ വിളിപ്പേരിട്ടപ്പോൾ ആത്മാവെന്ന് പറഞ്ഞു. ഈ ആത്മാവെന്ന ഒന്ന് അതിന്റെ ജീവന് ശേഷം, ജീവിതകാലത്തിന് ശേഷം, ധർമ്മപൂരണത്തിന് ശേഷം അത് പരമമായ ബോധത്തിൽ തനിക്ക് കിട്ടിയ സ്ഥാനത്ത് തന്നെ വിലയം പ്രാപിച്ച് പരമമായ ബോധത്തിന്റെ ഭാഗമായി തീരുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ അത് ഒരു ദ്വൈതിയായിട്ടുള്ള, ചാടിപ്പോയി വേറിട്ട് നിന്ന് വേറെന്തൊക്കെയോ ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു സത്തയായിട്ട് മാത്രമല്ല. അപ്പോ ആത്മാവെന്ന് പറയുന്നത് ദ്വൈതിയല്ല, രണ്ടല്ല. അത് പരമമായ ബോധത്തിന്റെ പ്രാദേശിക രൂപം മാത്രമാണ്. അത് രണ്ടല്ല, ഒന്ന് തന്നെയാണ് എന്നത് ബോധ്യം വരുവാൻ ഈ സന്ദേശം നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രവേശകധ്യാനം. ഞാനാകുന്നു. ഞാനിപ്പോൾ സുഖമായിരിക്കുന്നു. ഞാനിപ്പോൾ വിശ്രമത്തിലാണ്. അമ്മയുടെ ഗർഭപാത്രത്തിലെന്നതുപോലെ സുരക്ഷിതമായി ഞാൻ ഭൂമിയോട് ചേർന്നിരിക്കുകയാണ്. ഞാൻ ഭൂമിയോട് ഗുരുത്വപ്പെട്ടിരിക്കുന്നു. എനിക്ക് ആധാരമായതിനോടെല്ലാം ഞാൻ ഗുരുത്വപ്പെട്ടിരിക്കുന്നു. എന്റെ മാതാവിനോട്, എന്റെ പിതാവിനോട്, എന്റെ ജീവകുലത്തിനോട്, എന്റെ ഭൂമിയോട്, എന്റെ ഗുരുപരമ്പരയോട് ഞാനിതാ ഗുരുത്വപ്പെട്ടിരിക്കുന്നു. നന്ദിയിലൂടെ, സ്നേഹത്തിലൂടെ, പരിഗണനയിലൂടെ, സമർപ്പണത്തിലൂടെ, സ്വീകാര്യതയിലൂടെ, വിധേയത്വത്തിലൂടെ പഞ്ചഗുരുത്വങ്ങളോടും ഗുരുത്വപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ പഞ്ചഗുരുത്വങ്ങളോടും ഗുരുത്വപ്പെട്ടിരിക്കുമ്പോൾ ഇപ്പോൾ എന്റെ ശരീരം വിശ്രമത്തിലാണ്. എന്റെ മനസ്സും വിശ്രമത്തിലാണ്. എന്റെ അവയവങ്ങളെല്ലാം അയഞ്ഞിരിക്കുന്നു. എന്റെ ചിന്തകൾ ശാന്തമായിരിക്കുന്നു. എന്റെ വികാരങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു. എന്റെ ഞാൻ ബോധം അഴിഞ്ഞുപോകുന്നു. എന്റെ അകത്തേക്കും പുറത്തേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണശ്വാസത്തെ ഞാൻ അറിയുന്നു. പുറത്ത് എല്ലാം ചലിപ്പിക്കുന്ന പ്രാണനെ ഞാൻ അറിയുന്നു. അകത്ത് എന്നിൽ ചലനമാകുന്ന പ്രാണനെ ഞാൻ അറിയുന്നു. ഗുരുത്വപ്പെട്ടിരിക്കുമ്പോൾ എന്റെ മാതാവും
എന്റെ പിതാവും എന്റെ ജീവകുലവും എന്റെ ഭൂമിയും എന്റെ ഗുരുവും എന്നിലെ ചലനത്തിന് ഭൂമികയാകുന്നു. എന്നിൽ ചലനമാകുന്നതെന്തോ, എന്നിൽ ഗുരുത്വമാകുന്നതെന്തോ, ഞാൻ അറിയുന്നതെന്തോ, ഞാൻ അറിയാത്തതെന്തോ, ഞാൻ തേടുന്നതെന്തോ, അത് ഞാനാകുന്നു. എന്റെ പ്രാണൻ അത് ഞാനാകുന്നു. എന്റെ പ്രാണതാളം അത് ഞാനാകുന്നു. ഞാനാകുന്ന പ്രാണതാളത്തിൽ എന്റെ രൂപത്തെ ഞാൻ അറിയുന്നു. അതിനകത്തെ അവയവങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ കലകളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ കോശങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ജീവനെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ദ്രവ്യകണങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ഊർജകണങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ബോധകണങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ആനന്ദകണങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ശുദ്ധബോധത്തെ ഞാൻ അറിയുന്നു. ഞാൻ രൂപമാകുന്നു. ഞാൻ അവയവങ്ങളാകുന്നു. ഞാൻ കലകളാകുന്നു. ഞാൻ കോശങ്ങളാകുന്നു. ഞാൻ ജീവനാകുന്നു. ഞാൻ ദ്രവ്യകണങ്ങളാകുന്നു. ഞാൻ ഊർജകണങ്ങളാകുന്നു. ഞാൻ ബോധകണങ്ങളാകുന്നു. ഞാൻ ആനന്ദകണങ്ങളാകുന്നു. ഞാൻ ശുദ്ധബോധമാകുന്നു. അത് ഞാനാകുന്നു. ബോധമാണ് സർവം എന്ന് ഞാൻ അറിയുന്നു. എന്താണെന്നറിയുന്നുവോ അത് ഞാനാകുന്നു. എന്താകണമെന്ന് ആശിക്കുന്നുവോ ഞാനതാകുന്നു. എന്താണെന്ന് ചിന്തിക്കുന്നുവോ ഞാനതാകുന്നു. എന്താണെന്ന് പറയുന്നുവോ അത് ഞാനാകുന്നു. ഞാൻ എവിടേക്ക് ശ്രദ്ധിക്കുന്നുവോ എന്റെ ബോധം അവിടെയാകുന്നു. എന്റെ ബോധം എവിടെയോ എന്റെ ധർമ്മം എവിടെയാകുന്നു. എന്റെ ധർമ്മം എവിടെയോ എന്റെ ജീവചൈതന്യം അവിടെയാകുന്നു. എന്റെ ജീവചൈതന്യം എവിടെയോ എന്റെ രൂപകൽപ്പന അവിടെയാകുന്നു. എന്റെ രൂപകൽപ്പന എങ്ങനെയോ എന്റെ സാക്ഷാത്കാരം അതാകുന്നു. എന്റെ സാക്ഷാത്കാരം എങ്ങനെയോ അത് ഞാനാകുന്നു. ഞാൻ എന്റെ ശരീരത്തിലേക്ക് ശ്രദ്ധിക്കുകയാണ്. ഇപ്പോൾ എന്റെ ശ്രദ്ധ ശരീരത്തിലാണ്. ഇപ്പോൾ എന്റെ ധർമ്മം ശരീരത്തിലാണ്. ഇപ്പോൾ എന്റെ ജീവചൈതന്യം ശരീരത്തിലാണ്. ഇപ്പോൾ എന്റെ രൂപകൽപ്പന ശരീരത്തിലാണ്. ഇപ്പോൾ എന്റെ സാക്ഷാത്കാരം ശരീരത്തിലാണ്. അത് ഞാനാകുന്നു. ഞാൻ എന്റെ ശരീരം മുഴുവനായും ശ്രദ്ധിക്കുകയാണ്. ഞാൻ ശിശുവായിരുന്നതുപോലെ എന്റെ ശരീരം അകത്തും പുറത്തും സുന്ദരമായിരിക്കുന്നു, മൃദുവായിരിക്കുന്നു. ജനിച്ചപ്പോൾ എന്നതുപോലെ ശുദ്ധരൂപത്തിൽ ആരോഗ്യപൂർണവും സുരക്ഷിതവുമായിരിക്കുന്നു. എന്റെ ശരീരം
അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയാം വിധം പൂർണ്ണമായും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ശിശുവായിരുന്നതുപോലെ എന്റെ അകത്തും പുറത്തും സുന്ദരവും മൃദുവും ശുദ്ധവും ആരോഗ്യപൂർണവും സുരക്ഷിതവുമായിരിക്കുന്ന എന്നിലെ അവയവങ്ങളിലൂടെ എന്റെ ശ്രദ്ധ യാത്ര ചെയ്യുന്നു. കാൽവിരലുകളിലൂടെ, പാദങ്ങളിലൂടെ, കണങ്കാലുകളിലൂടെ, തുടകളിലൂടെ, അരക്കെട്ടിലൂടെ, നട്ടെല്ലിലൂടെ, ഉദരത്തിലൂടെ, നെഞ്ചിലൂടെ, ആന്തരാവയവങ്ങളിലൂടെ, കഴുത്തിലൂടെ, ശിരസ്സിലൂടെ, മൂർധാവിലൂടെ എന്റെ ശ്രദ്ധ യാത്ര ചെയ്യുന്നു. ഞാൻ ശിശുവായിരുന്നതുപോലെ എന്റെ അവയവങ്ങളെല്ലാം അകത്തും പുറത്തും സുന്ദരമായിരിക്കുന്നു, മൃദുവായിരിക്കുന്നു. ജനിച്ചപ്പോൾ എന്നതുപോലെ ശുദ്ധരൂപത്തിൽ ആരോഗ്യപൂർണവും സുരക്ഷിതവുമായിരിക്കുന്നു. എന്റെ അവയവങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയാം വിധം പൂർണ്ണമായും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എന്റെ ജീവിതത്തെ മുഴുവനായും ശ്രദ്ധിക്കുകയാണ്. ഞാൻ ശിശുവായിരുന്നതുപോലെ എന്റെ ജീവിതം അകത്തും പുറത്തും സുന്ദരമായിരിക്കുന്നു, മൃദുവായിരിക്കുന്നു. ജനിച്ചപ്പോൾ എന്നതുപോലെ ശുദ്ധരൂപത്തിൽ ആരോഗ്യപൂർണവും സുരക്ഷിതവുമായിരിക്കുന്നു. എന്റെ ജീവിതം അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയാം വിധം പൂർണ്ണമായും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ശിശുവായിരുന്നതുപോലെ എന്റെ അകത്തും പുറത്തുമുള്ള സർവവും സുന്ദരവും മൃദുവും ശുദ്ധവും ആരോഗ്യപൂർണവും സുരക്ഷിതവുമായിരിക്കുന്നതിൽ എന്റെ മാതാവിനോടും എന്റെ പിതാവിനോടും എന്റെ ജീവകുലത്തിനോടും എന്റെ ഭൂമിയോടും എന്റെ ഗുരുപരമ്പരയോടും ധർമ്മമാർഗേ ഞാൻ ഗുരുത്വപ്പെട്ടിരിക്കുന്നു. ഈ പഞ്ചഗുരുത്വങ്ങളുടെ ഗർഭപാത്രത്തിൽ എന്നതുപോലെ ഞാൻ സുരക്ഷിതമായിരിക്കും. പഞ്ചഗുരുത്വങ്ങളിൽ വേരൂന്നി നിന്നുകൊണ്ട് എന്റെ ശിരസ്സും കൈകളും ഉയർത്തി തന്നതെല്ലാം സ്വീകരിക്കുവാൻ എനിക്ക് കഴിയുന്നു. ഇനി വേണ്ടതെല്ലാം അർത്ഥന ചെയ്തു നേടുവാൻ എനിക്ക് കഴിയുന്നു. ഏതു പരിസരത്തും ഏതു വേഗത്തിലും സുരക്ഷിതമായി യാത്ര ചെയ്യുവാൻ എനിക്ക് കഴിയുന്നു. ഞാൻ ബോധമാകുന്നു, ഞാൻ ശുദ്ധിയാകുന്നു, ഞാൻ സമൃദ്ധിയാകുന്നു, ഞാൻ അറിവാകുന്നു, ഞാൻ സുരക്ഷയാകുന്നു, ഞാൻ ഗുരുത്വമാകുന്നു, ഞാൻ വിജയമാകുന്നു, ഞാൻ നന്മയാകുന്നു, ഞാൻ നന്മയാകുന്നു, ഞാൻ നന്മയാകുന്നു. അത് ഞാനാകുന്നു, അത് ഞാനാകുന്നു, അത് ഞാനാകുന്നു.
തിരികെ വരാം. ഇന്നത്തെ നിരൂപണങ്ങളിലേക്ക് കിടക്കാം. വിശ്വമാരേട്ടാ. നമസ്കാരം. വളരെ ഗഹനമായ ഒരു വിഷയമാണ് ഇന്ന് കൈകാര്യം ചെയ്തത്. ദ്വൈതി അല്ലാത്ത ആത്മാവ്. അദ്വൈതം, ദ്വൈതം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അതിനെപ്പറ്റി കൂടുതൽ അറിവൊന്നുമില്ല. ചെറിയ കൺഫ്യൂഷൻ തോന്നി, എന്നാലും കുറച്ചൊക്കെ ക്ലാരിഫിക്കേഷനും കിട്ടി. പക്ഷെ ഇത് ഒരു 10 മിനിറ്റ് ഒന്നും ഒതുക്കാവുന്ന ഒരു വിഷയമല്ല, വളരെ ഗഹനമായ ഒരു വിഷയമാണ്. അതില് കുറച്ചൊക്കെ മനസ്സിലായി. സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി, സംഘാടകത്വം, അഹം അപ്ഡേറ്റ് ചെയ്ത് സത്താബോധം ഉണ്ടാകുന്നു, പാരസ്പര്യം പ്രകടനമാകുന്നതിനാണ് ചൈതന്യം. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി, അത് നോട്ട് ചെയ്ത് വെച്ചു. പക്ഷെ ഇത് വളരെ ഗഹനമായ ഇതാണ്. ഇതിന്റെ ഒന്നും 7 അയലത്ത് പോലും എത്തിയിട്ടില്ല നമ്മളൊന്നും, ഞാനൊന്നും. അപ്പം കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. ഇനിയുള്ള സഹയാത്രയിൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിവ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം ദ്വൈതിയല്ലാത്ത ആത്മാവ്. പരമമായിട്ടുള്ള ബോധം, അതിലേക്ക് ഒരു ആവശ്യം വരുന്ന സമയത്ത് അതിനനുകൂലമായിട്ടുള്ള ഒരു പശ്ചാത്തലം ഉണ്ടാക്കി അതിലേക്ക് ആ ബോധത്തിന്റെ ഒരു പ്രദേശത്തെ ഉരുവാക്കുന്ന സമയത്ത് അത് സത്തയായിട്ട് പ്രകടമാകുന്നു എന്നുള്ളതാണ് മനസ്സിലായത്. അപ്പോ ആ സത്ത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനൊരു രൂപം ഉണ്ടായിരിക്കും, അതിനൊരു ജൈവ അവസ്ഥ ഉണ്ടായിരിക്കും. അതുപോലെ അതിന്റെ ധർമ്മം എന്താണോ അതിലേക്ക് അതിനെ നയിക്കുന്ന ഒരു മനസ്സുണ്ടായിരിക്കും. അതിന് ചുറ്റുപാടുമായിട്ട് പരിസരവുമായിട്ട് ഇണങ്ങുന്നതിനുള്ള ജ്ഞാനം ഉണ്ടായിരിക്കും. അതുപോലെ അത് ചുറ്റുപാടുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾക്കായിട്ടുള്ള ശക്തിയും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ 5 രൂപങ്ങളിൽ പ്രകടമാകുന്നത് ഒന്ന് തന്നെയാണ്, അതായത് ബോധം തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ബോധം എപ്പോഴും സ്വയം നിയന്ത്രിതമാണ്. അതായത് സത്താബോധമായി കഴിയുന്ന സമയത്ത് ആ സത്തയ്ക്ക് സ്വയം നിയന്ത്രണ ശേഷി കൈവരുന്നു. അതുപോലെ അത് സ്വയം അപ്ഡേറ്റ് ചെയ്യുന്നു. അങ്ങനെ അതിന് ആ സത്തയായിട്ട് രൂപപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ബോധത്തെയാണ് നമ്മൾ അഹങ്കാരം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ അഹങ്കാരമാണ് പിന്നീട്, ഈ അഹങ്കാരം എന്ന് പറയുന്നതിന് ഒരു നെഗറ്റീവ് മീനിങ്ങിലല്ല, ആ സത്തയെക്കുറിച്ച് ഉണ്ടാകേണ്ടുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ബോധം, ആ ബോധമാണ് പിന്നീട് ആ സത്തയെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത് ഈ പറഞ്ഞതുപോലെ പലതായിട്ട് നമ്മൾ പല വാക്കുകളിലൂടെ അല്ലെങ്കിൽ പല ഗുണവിശേഷങ്ങളിലൂടെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കി വരുന്നത്, അതിനെ വേർതിരിച്ച് പഠിക്കുന്ന സമയത്ത്. പക്ഷെ ഇത് ഒന്നായിട്ടുള്ള പരമമായിട്ടുള്ള ബോധം തന്നെയാണ് ഇത്രയും ഗുണപരമായിട്ടുള്ള വിശേഷങ്ങളായിട്ട് അല്ലെങ്കിൽ സ്വഭാവ വിശേഷങ്ങളായിട്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പ്രകടമാകുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതും എന്നുള്ളതുമാണ് അതിന്റെ ഒരു ചുരുക്കമായിട്ട് മനസ്സിലായത്. അപ്പോൾ ഒന്നില് അതിനെ സ്വയം പ്രകടിപ്പിക്കുന്ന അതിന്റെ ഗുണപരമായിട്ടുള്ള സവിശേഷതയാണ് അതിന്റെ ആത്മം അല്ലെങ്കിൽ ആത്മാവ് എന്നൊക്കെ വിളിക്കുന്നത്. ഈ ആത്മാവ് എന്ന് പറയുന്നതിന് ഇന്ന് നമ്മള് അല്ലെങ്കിൽ നമുക്ക് കാലങ്ങളായി ലഭിച്ചു വരുന്ന ഒരു ചിത്രം പോലെ അതിനൊരു വ്യക്തിത്വം, ശരീരത്തിൽ നിന്നും വേറിട്ട ഒരു വ്യക്തിത്വമോ ശരീരത്തിനകത്ത് കുടികൊള്ളുന്ന മറ്റൊരു സ്വരൂപമോ എന്നുള്ള സ്വരൂപം എന്നല്ല, മറ്റൊരു വസ്തു അല്ല എന്നുള്ള രീതിയിലാണ് ഇന്ന് വിശദീകരിച്ചത്. അപ്പോൾ ശരീരം എവിടെയാണോ ഉള്ളത് അതിനകത്ത് അതിനെ സ്വയം സംഘാടകത്വം നൽകുന്ന ആ ഗുണവിശേഷത്തെയാണ് അതിന്റെ ആത്മം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും വേറെയല്ല, ഒന്ന് തന്നെയാണെന്നുള്ള കാര്യമാണ് ഇന്ന് മനസ്സിലായത്. സത്യത്തിൽ ഇത് ആശയപരമായിട്ടുള്ള മനസ്സിലാക്കൽ മാത്രമാണ്. നമ്മൾ അതിന്റെ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത്രയാണ് ഇന്നത്തെ മനസ്സിലാക്കൽ. ഇത് വളരെ ആഴമേറിയ വിഷയമാണ്. പല പ്രാവശ്യം കേട്ടതുകൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും പറയാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് ആ ഓരോ തവണ കേൾക്കുമ്പോഴും ബോധം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ചിത്രം ഒരിക്കലും ഉണ്ടാകില്ല. പക്ഷെ അതിന്റെ പ്രാദേശികാവസ്ഥ ശരീരമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ അവിടെ നിന്നാണ് സത്യത്തിൽ പറഞ്ഞു തുടങ്ങാനെങ്കിലും സാധിക്കുന്നത്. പിന്നീട് അതിന്റെ 5 ഗുണപരമായിട്ടുള്ള
സവിശേഷതകൾ അതൊക്കെയും പറയാനും അല്ലെങ്കിൽ സങ്കല്പിക്കാനും സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അത് തന്നെയാണെന്നുള്ള ഒരു അറിവില് അത് പറയാൻ സാധിക്കുന്നുണ്ടെന്നുള്ള. അപ്പൊ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ കാര്യത്തില് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ്. ബാക്കിയെല്ലാം അനുഭവതലത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ നിരൂപണങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം. ശുഭദിനം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.